ഹായ് ഫ്രണ്ട്സ്, Q4 എന്റർടൈൻമെന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു മുതലായിട്ടാണ്. ഇത് ഇതുപോലുള്ള ഒരുപാട് ലൈനറുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തെങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ ഇത് തെങ്ങാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃക്ഷമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നേരെ എന്താക്കാം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലൈനറൊക്കെ ചാക്കിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പൂക്കളം വാരിയതിനു ശേഷം ഉള്ള ലൈനറും കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ചാക്കിലേക്ക് മാറ്റിയതായിരുന്നു. അപ്പോൾ നമ്മൾ കളർ അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ലൈനർ വലുതും ചെറുതും തരംതിരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ശരത്ത് വലുത് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ചെറിയ ലൈനർ എൻ്റെ ഭാഗത്തേക്ക് എന്താ ഇടുന്നുണ്ട്. ഞാൻ ചെറിയ ലൈനറാണ് പൊതുവേ തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരുന്നുകൊണ്ട് വേഗം അതെടുത്തു. അപ്പോൾ ശരത്ത് വേഗം പരിപാടി തീർക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറുത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ചെറിയ താമസം വന്നു. അപ്പോൾ വലുത് കണ്ടപ്പോൾ ശരത്തിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ രണ്ട് സൈഡിലേക്കും ലൈനർ കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബേസ് ക്രമീകരിക്കാൻ വേണ്ടി 4 ലൈനർ എടുത്തിട്ടുണ്ട്. 4 ലൈനറും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ക്യൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മൂലയിലും പ്ലസ് ക്യൂക്ക് വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ബേസ്മെന്റ് പൊളിഞ്ഞാൽ എല്ലാം തകിടം മറിയും. നമ്മൾ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ ലൈനറിന്റെ മുകളിലായിട്ട് വെക്കാതെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുകയും അത് പൊളിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ചെയ്യും. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, ശരത്ത് ക്യാമറ വെച്ചെടുത്ത് ഫിക്സ് ആക്കിയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ലെയറായി കഴിഞ്ഞപ്പോഴാണ് ശരത്ത് കൂടി വർക്കിന് കൂടിയത്. അതുവരെ ക്യാമറ സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ കൂടി വർക്ക് വന്നപ്പോൾ നമുക്ക് ഒരു മത്സര പ്രതീതിയായിരുന്നു. ഒരു മത്സരമായപ്പോഴാണ് നമ്മൾ ആ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങിയത്. പണ്ട് പഠിക്കുന്ന ടൈമിൽ ടീച്ചർമാർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്ന ടീമാണെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കോ കാര്യങ്ങളോ നടക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സ്പോർട്സോ ആർട്സോ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഈ അലമ്പൊടിച്ച് നടക്കുന്ന ചെക്കന്മാരെ പിടിച്ച് തലപ്പത്ത് കൊണ്ടിരിക്കും. അപ്പോൾ അവന്മാരെന്താക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ചെയ്തോളും. അപ്പോൾ അതുപോലെ ശരത്ത് ഒരു മത്സര ബുദ്ധിയോടെ ഇത് കാണാന്നുള്ള പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്താക്കി ഇത്രയും വാശിയോട് കൂടി ഇത് ചെയ്യാൻ കാരണം. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്തിനാ ഇവിടെ പറയേണ്ട കാര്യം. ഒരു കാര്യമില്ല, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വീഡിയോ ആണ് വല്ലാണ്ട് ലെങ്ത്തും, ഈ ചെയ്യുന്നതാണ് പറഞ്ഞ് തീരുന്നത് അതേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് ഫുള്ള് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇതെങ്കിലും കേട്ടിട്ടെങ്കിലും കാണണമല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ലൈനർ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ഹൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് അതൊന്ന് ഇളക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ശരത്തും കൂടി വന്നപ്പോഴാണ് ഇളക്കിയിട്ട് ഒരു വശത്തേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ചെറിയ ലൈനർ വെച്ച് ഞാൻ അടുത്ത നിര സെറ്റ് ചെയ്യാൻ തുടങ്ങി. ശരത്ത് സെറ്റ് ചെയ്ത നിര അടിഭാഗത്ത് കൂടുതലായിട്ട് ഉറച്ചു പോയിരുന്നു. അപ്പോൾ കുറച്ച് ബലം പിടിച്ചെങ്കിലും അത് കിട്ടി. അതിനുശേഷം അതും മാറ്റി വെച്ചു. നമ്മളത് വെച്ച് നോക്കിയപ്പോൾ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഹൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പരമാവധി റൂഫ് വരെ എത്തിക്കാനാണ് നോക്കിയത്. അപ്പോൾ നമ്മളിലുള്ള സാധനത്തിന്റെ പരിമിതി മൂലം അത്ര ഹൈറ്റ് പറ്റിയില്ല. എന്നെ വെച്ച് നോക്കുമ്പോൾ ശരത്തിന്റെ അരഭാഗത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാർട്സ് കൂടി ഒട്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ദൗത്യം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കിന്റെ ഓരോ പാർട്ടും കഴിയുന്നതോടുകൂടി നമുക്കത് ചെയ്യാനുള്ള എനർജി കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചുള്ള ഓരോ പാർട്ടുകളായിട്ട് അടുക്കി വെക്കാൻ തുടങ്ങി. പരമാവധി ബെൻഡ് വരാത്ത രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. ലൈനറുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് വളരെയേറെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. കാരണം ഓരോ ലൈനറും ഓരോ രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പൊട്ടിച്ച് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പരമാവധി എന്താക്കിയിട്ടുണ്ട്, ബെൻഡ് വരാത്ത രീതിയിൽ അഥവാ ബെൻഡ് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാന പാർട്ടും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരാളെക്കാട്ടിയും ഹൈറ്റ്, അതായത് ഞാൻ 5.5 അടിയുണ്ട്, എന്നെക്കാട്ടിയ ഹൈറ്റിലേക്കാണ് നമ്മുടെ തെങ്ങ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അവസാന പാർട്ട് കൂടെ ക്രമീകരിച്ചപ്പോൾ ഉള്ള തെങ്ങിന്റെ അവസ്ഥ കൊണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്തരത്തിലൊന്ന് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ തീരെ വിചാരിച്ചതല്ല. ഒരു പ്രയത്നം എന്നോണം ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ തെങ്ങിന്റെ വേര് എന്നുള്ള രീതിയിലാണ് ലൈനർ അടിഭാഗത്ത് സെറ്റ് ചെയ്യുന്നത്. അടിഭാഗത്ത് ക്രമീകരിക്കുന്ന ലൈനർ തലയിച്ചാണ് വെക്കുന്നത്. അത് പ്ലസ് ക്യൂക്കൊന്നും വെക്കുന്നില്ല, വെറുതെ ഒരു മോഡൽ എന്ന രീതിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ തെങ്ങ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പിന്നീട് നമ്മുടെ തെങ്ങിനെ ഒന്ന് കളർഫുൾ ആക്കാൻ തീരുമാനിച്ചു. നീല വെച്ച് ഞങ്ങൾ അടിഭാഗം ആദ്യം കളർ ചെയ്തു. പിന്നീട് തണ്ട് മുഴുവനായിട്ട് നമ്മൾ ഒറ്റ കളർ തീർക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ പലരും അഭിപ്രായം തേടിയ സ്ഥിതിക്ക്
അവർ പറഞ്ഞു ഒരു 3 കളർ ആഡ് ചെയ്തു, എന്നാലും കുഴപ്പമില്ല, വേറെ വ്യത്യസ്തമായിട്ട് കളറാണല്ലോ നമുക്ക് വേണ്ടത്. പലരും കുറേ കളറുകൾ നിർദ്ദേശിച്ചിരുന്നു. അപ്പം നമ്മളിൽ ഉള്ളതും അത്യാവശ്യം ബാക്കി വന്നതായ പെയിന്റാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അടിഭാഗത്തിൽ നിന്ന് തുടങ്ങുന്നതിൽ നീല, മഞ്ഞ, ചുവപ്പ്, പച്ച എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പൂക്കളത്തിനടുത്ത് ലൈനർ ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് പച്ച വന്നതുകൊണ്ട് നമ്മളത് പച്ച തന്നെ മുകൾ ഭാഗത്ത് ഉറപ്പിച്ചു. ചുവപ്പും മഞ്ഞയും കളറുകളാണ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നത്. ശരത്ത് മഞ്ഞ കഴിഞ്ഞാട് റെഡ് അടിക്കാൻ തുടങ്ങി. ഓക്കെ, റെഡ് അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല കളറാണ്, മധ്യഭാഗത്ത് വരുന്നില്ലേ, പച്ച മേലെ ഉണ്ടതാണ്, അതാകുമ്പോൾ ബോർഡർ വരക്കും വേണ്ട. അപ്പോൾ അവൻ അടിച്ചടിച്ച് ഫസ്റ്റ് കോട്ടം കഴിച്ചു വിട്ടു. അതിനുശേഷം വർക്കും കാര്യങ്ങളും ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അവൻ അടിച്ചിട്ട് പച്ച റെഡി ആവില്ല എന്നുള്ളതുകൊണ്ട് കുട്ടികളല്ലേ, അപ്പോൾ ഞാൻ അടിക്കാൻ തുടങ്ങി. ഞാൻ കംപ്ലീറ്റ് ഓരോന്നും സസൂക്ഷ്മം അടിച്ചു കൊടുത്തോണ്ടിരുന്നു. ശരത്ത് എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കാന്നുള്ള രീതിയിലാണ് ക്യാന് മേടിച്ചത്. നോക്കുമ്പോൾ ചെങ്ങായി അവിടെ ഇട്ടൊരു ക്യാമറ പിടിക്കാൻ പോയി. കഷ്ടാലത്തിന് സൂക്ഷ്മതയോടുകൂടി അടിക്കാന്ന് പറഞ്ഞും പോയി. അത് നോക്കുമ്പോൾ ശരത്ത് എന്നെ വിടുന്നുമില്ല, നമ്മളെ തെങ്ങിനെ മറക്കുകയും ചെയ്യുന്നുള്ള രീതിയിലായി. അങ്ങനെ ഒരു കണക്കിന് ഞാൻ പച്ച അടിച്ച് ഒപ്പിച്ചു. അങ്ങനെ നമ്മളെ പെയിന്റ് അടിച്ചുള്ള തെങ്ങ് കൂട്ടപ്പൻ്റെ നിൽപ്പാണ് നിങ്ങൾ കാണുന്നത്. ഈ നിൽപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ആലോചന മതി, ഒരു ലൈറ്റ് ഇട്ട് കൊടുത്താലോ. ആദ്യം ഞങ്ങൾ ഓൾഡർക്ക് സെറ്റാക്കി അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇറക്കാമെന്നായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ കയ്യിൽ സ്ട്രിപ്പ് ലൈറ്റ് വെറുതെ കിടക്കുകയാണ്. മൂപ്പര് വെക്കാൻ വെച്ചതാണെങ്കിലും ഞങ്ങളത് മെല്ലെ നൈസായിട്ട് സോപ്പിട്ട് അങ്ങ് മേടിച്ചു. അതിനുശേഷം അത് കത്തിക്കാനുള്ള സംഭവവും മൂപ്പരയും തന്നെ മേടിച്ചിട്ടുള്ളത്. ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ മൂപ്പര് ഒരിക്കലും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പരമാവധി മൂപ്പര മുതലെടുത്തു, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. ലൈറ്റ് കത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങൾ ഇൻവെർട്ടർ ബൾബ് വർഷപ്പിനുള്ളിൽ സെറ്റ് ചെയ്തിരുന്നു. അത് ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ അത് കത്തിക്കൊണ്ടിരുന്നു, ബാക്കി ലൈറ്റ് മാത്രം ഓഫായി. സ്ട്രിപ്പ് ലൈറ്റിന് നമ്മൾ വിചാരിച്ചത്ര പ്രൊജക്ഷൻ കിട്ടിയിരുന്നില്ല. അതിനുശേഷം ഇൻവെർട്ടർ ബൾബിനെടുത്ത് നൈസായിട്ട് ആ കാട്ടിലേക്ക് ഒരു ഏറ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നവരെ Till then, bye. Q4 Entertainment.